നമസ്കാരം. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്ന നടപടികൾ പുരോഗമിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ക്യൂബയിലുള്ള തടവറയായ ഗൊണ്ടനാമോ ബേയിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികർ എത്തിത്തുടങ്ങി. ഇന്നലെ പല വിമാനങ്ങളിലായിട്ടാണ് സൈനികരെ ഇവിടെ എത്തിച്ചത്. ഇവർ വിമാനങ്ങളിൽ എത്തുന്ന ചിത്രങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അനധികൃത തടവുകാരെ സ്വീകരിക്കാൻ പല രാജ്യങ്ങളും വിസമ്മതിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിൽ അമേരിക്കൻ സർക്കാർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് അമേരിക്കൻ ജയിലുകളിൽ ഇവരെ താമസിക്കാൻ സ്ഥലമില്ലെങ്കിൽ ഇവരെ ഗൊണ്ടനാമോ ബേയിലേക്ക് അയക്കാമെന്നും അവിടെ ആയിരക്കണക്കിന് മുറികൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുമായിരുന്നു. പല രാജ്യങ്ങളും അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. കൊളംബിയ കഴിഞ്ഞ ആഴ്ച ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും കൊളംബിയയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ അയക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൊളംബിയൻ പ്രസിഡന്റും തമ്മിൽ പരസ്യമായ വാഗ്വാദത്തിൽ വരെ ഏർപ്പെടേണ്ട അവസ്ഥ എത്തിയിരുന്നു. ഗൊണ്ടനാമോ ബേയിൽ തടവ് പുള്ളികളെ യാതൊരു തരത്തിലുമുള്ള മാനുഷിക പരിഗണന നൽകാതെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും പേരെ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് നടത്തിയ മറ്റൊരു പ്രഖ്യാപനവും എല്ലാവരും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അനധികൃതമായി കുടിയേറിയ കുട്ടികളെയും ഗൊണ്ടനാമോ ബേയിലേക്ക് കൊണ്ടുപോകുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നോ ഉള്ള വ്യത്യാസമില്ല എന്നും അമേരിക്കയിൽ സമാധാനം കൈവരുന്നതിനായി എല്ലാ കുറ്റവാളികളെയും ഇവിടെ നിന്ന് നാടുകടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു പക്ഷേ രൂക്ഷമായ വിമർശനം ഡൊണാൾഡ് ട്രംപ് സർക്കാരിൻ്റെ മേൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധവും നയതന്ത്ര ഉപരോധവും ഒക്കെ ഏർപ്പെടുത്തും എന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ 2500ഓളം സൈനികരെയാണ് അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്നതിന് വേണ്ടി അമേരിക്കൻ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. താമസിയാതെ ഇവരുടെ എണ്ണം 10,000 ഉയർത്താനാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നും അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന തടങ്കൽ പാളയമാണ് ഗൊണ്ടനാമോ ബേ എന്നുള്ളതാണ് പരസ്യമായ ഒരു രഹസ്യം. പലപ്പോഴും തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നവരെ അമേരിക്കൻ പോലീസ് സൈന്യമൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് എന്നാണ് കരുതപ്പെടുന്നത്. സെപ്റ്റംബർ 7 തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടികൂടിയ തീവ്രവാദികളെ അന്ന് ഗൊണ്ടനാമോ ബേയിലെ തടവറയിൽ എത്തിച്ചാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇവരോട് അതിക്രൂരമായ രീതിയിലാണ് അന്ന് പെരുമാറിയിരുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ 800ഓളം തടവുപുള്ളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ തടവറ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് ജോ ബൈഡൻ സർക്കാരിന് എതിർപ്പായിരുന്നു എങ്കിലും പാർലമെൻറ്റിൽ ഭൂരിപക്ഷം അംഗങ്ങളും അതിനെ എതിർത്തതോടുകൂടിയാണ് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നത്. നിലവിൽ 13 തടവുകാർ മാത്രമാണ് ഗൊണ്ടനാമോ ബേയിലുള്ളത്. ഇവർ പലരും ഭീകരവാദവുമായി ബന്ധപ്പെട്ട അത്തരം ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവരുടെ മോചനം സംബന്ധിച്ച ചർച്ചകളും നടന്നു വരികയാണ്. അതിനിടെയാണ് അമേരിക്ക ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്.